നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ തകിടമറിക്കുന്ന ഒന്നാണ് മലബന്ധം. ഇതിന് ശാസ്ത്രീയമായി എങ്ങനെ നേരിടാം എന്ന് നോക്കാം. നാരുകൾ, അതായത് ഫൈബറുകൾ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ മലത്തെ മൃദുവാക്കാൻ സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിൽ ജലാംശം കുറയുന്നത് മലം കട്ടിയാകാൻ കാരണമാകുമെന്നതിനാൽ ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കേണ്ടതുണ്ട്. ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്സ് ORS ഉപയോഗിക്കുക. പെട്ടെന്നുണ്ടാകുന്ന മലബന്ധം പരിഹരിക്കാനും ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നിലനിർത്താനും ORS ലായനി കുടിക്കുന്നത് ഫലപ്രദമാണ്. സിറ്റ്സ് ബാത്ത് പരീക്ഷിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ അല്പസമയം ഇരിക്കുന്നത് മലദ്വാരത്തിലെ പേശികൾക്ക് ആശ്വാസം നൽകുകയും ശോധന സുഗമാകുകയും ചെയ്യുന്നു. പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തൈര്, മോര് എന്നിവയിലുള്ള നല്ല ബാക്ടീരിയകൾ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. പതിവായ വ്യായാമം ചെയ്യുക. ദിവസവും 30 മിനിറ്റ് വേഗത്തിൽ നടക്കുന്നത് കുടലിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നു. മഗ്നീഷ്യം സപ്ലിമെന്റുകൾ സ്വീകരിക്കുക. മഗ്നീഷ്യം സിട്രേറ്റ് പോലുള്ള സപ്ലിമെന്റുകൾ കുടലിലേക്ക് വെള്ളമെത്തിച്ച് മലം പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇസബ്ഗോൾ സൈലിയം ഹസ്ക് ഉപയോഗിക്കുക. വെള്ളത്തിൽ കലർത്തി കഴിക്കാവുന്ന ഈ പ്രകൃതിദത്ത ഫൈബർ സപ്ലിമെന്റ് മലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. രാവിലെ ഉണർന്നാലുടൻ ചൂടുവെള്ളം കുടിക്കുക. ഇത് കുടലിലെ പെരിസ്റ്റാൾസിസ് ചലനങ്ങളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. മലമൂത്ര വിസർജനത്തിന് ഒരു സമയം കണ്ടെത്തുക. ദിവസവും കൃത്യസമയത്ത് ശൗചാലയത്തിൽ പോകുന്നത് ശരീരത്തിന് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ടോയ്ലറ്റ് സ്റ്റൂൾ ഉപയോഗിക്കുക. കാലുകൾ അല്പം ഉയർത്തി വെച്ച് ഇരിക്കുന്നത് മലാശയം നേർരേഖയിലാക്കാനും ആയാസമില്ലാതെ മലവിസർജനം നടത്താനും സഹായിക്കുന്നു. പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. പപ്പായ, ആപ്പിൾ, പേരയ്ക്ക എന്നിവയിലുള്ള നാരുകൾ മലബന്ധം തടയുന്നു. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുക. ഇതിലെ നാരുകളും ടാർട്ടാറിക് ആസിഡും മികച്ച ഒരു ലാക്സേറ്റീവായി പ്രവർത്തിക്കുന്നു. ഒലീവ് ഓയിൽ ഉപയോഗിക്കുക. രാവിലെ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ കഴിക്കുന്നത് കുടലിനുള്ളിൽ ഒരു ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുന്നു. കാപ്പി കുടിക്കുക. കാപ്പിയിലുള്ള കഫീൻ കുടലിലെ പേശികളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ ഇത് അമിതമാകരുത്. അത്തിപ്പഴം ഫിക്സ് കഴിക്കുക. ഇതിലടങ്ങിയ എൻസൈമുകൾ ദഹനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. വയർ മസാജ് ചെയ്യുക. കൈപ്പത്തി ഉപയോഗിച്ച് വയറിന് മുകളിൽ വട്ടത്തിൽ മസാജ് ചെയ്യുന്നത് കുടലിന്റെ ചലനത്തെ സഹായിക്കുന്നു. ചെറുചണ വിത്തുകൾ, ഫ്ലാക്സ് സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതിലടങ്ങിയിരിക്കുന്ന മെഗാ 3 ഫാറ്റി ആസിഡുകളും നാരുകളും ആരോഗ്യകരമായ ശോധനയ്ക്ക് ഗുണകരമാണ്. കറ്റാർവാഴ ജ്യൂസ് കുടിക്കുക. ഇതിലുള്ള ആന്ത്രോക്വിനോണുകൾ മലബന്ധം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മൈദ, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ മലബന്ധം വർദ്ധിപ്പിക്കും. കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ ഉപയോഗിക്കുക. പെട്ടെന്നുള്ള ആശ്വാസത്തിന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്പം ആവണക്കെണ്ണ കുടിക്കുന്നത് ഫലപ്രദമാണ്. കീവി പഴം കഴിക്കുക. ഇതിലെ അക്സിനിലിൻ എന്ന എൻസൈം ദഹന പ്രക്രിയയെ വേഗത്തിലാക്കുന്നു. ത്രിഫല ചൂർണം ഉപയോഗിക്കുക. നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നിവ അടങ്ങിയ ഈ സപ്ലിമെന്റ് രാത്രി കഴിക്കുന്നത് ശോധന സുഗമമാക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. സ്ട്രെസ് കുടലിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ യോഗയും ധ്യാനവും ശീലമാക്കുക. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ദഹനം വായിൽ നിന്ന് തുടങ്ങുന്നതിനാൽ നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് കുടലിന്റെ ജോലിഭാരം കുറയ്ക്കുന്നു. പാലുൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുക. ചിലർക്ക് പാലും പാലുൽപ്പന്നങ്ങളും മലബന്ധം ഉണ്ടാക്കാം. അങ്ങനെയുള്ളവർ ഇത് കുറയ്ക്കേണ്ടതാണ്. എള്ള് കഴിക്കുക. ഇതിലുള്ള എണ്ണാംശം കുടലിനെ ഈർപ്പമുള്ളതാക്കാൻ സഹായിക്കുന്നു. ഇഞ്ചി ചായ കുടിക്കുക. ഇഞ്ചി ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. നാരങ്ങ വെള്ളം കുടിക്കുക. നാരങ്ങയിലെ സിട്രിക് ആസിഡ് ദഹനത്തെ സഹായിക്കുകയും വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഗ്ലിസറിൻ സപ്പോസിറ്ററികൾ ഉപയോഗിക്കുക. മലം കഠിനമായി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് ഉപയോഗിക്കാവുന്നതാണ്. പഴച്ചാറുകൾ ഒഴിവാക്കി മുഴുവൻ പഴങ്ങൾ കഴിക്കുക. ജ്യൂസ് അടിക്കുമ്പോൾ നാരുകൾ നഷ്ടപ്പെടുന്നതിനാൽ പഴങ്ങൾ
നേരിട്ട് കഴിക്കുന്നതാണ് ഉചിതം. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ദഹനത്തിന് ആവശ്യമായ സമയം നൽകുന്നു. വിറ്റാമിൻ B12 സപ്ലിമെന്റുകൾ കഴിക്കുക. B12 വിറ്റാമിൻ കുറയുന്നത് മലബന്ധത്തിന് കാരണമാകാം. ആവശ്യമെങ്കിൽ ഇത് സപ്ലിമെന്റായി സ്വീകരിക്കുക. ഉലുവ വെള്ളം കുടിക്കുക. രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉലുവ രാവിലെ കഴിക്കുന്നത് ശോധനയ്ക്ക് നല്ലതാണ്. ക്യാബേജ്, ബ്രൊക്കോളി എന്നിവ ഉൾപ്പെടുത്തുക. ഇത്തരം പച്ചക്കറികൾ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അമിതമായ അളവിൽ ലാക്സേറ്റീവ് മരുന്നുകൾ ഒഴിവാക്കുക. ദീർഘകാലം ഇത്തരം മരുന്നുകളെ ആശ്രയിക്കുന്നത് കുടലിന്റെ സ്വാഭാവിക ശേഷി നഷ്ടപ്പെടുത്തും. ചിട്ടയായ ജീവിതശൈലി പിന്തുടരുക. ഉറക്കവും ഭക്ഷണവും കൃത്യസമയത്ത് ആകുന്നതും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് സഹായിക്കും. ഡോക്ടറുടെ ഉപദേശം തേടുക. ആഴ്ചകളോളം മലബന്ധം തുടരുകയോ വേദന അനുഭവപ്പെടുകയോ ചെയ്താൽ തീർച്ചയായും വിദഗ്ധ പരിശോധന നടത്തേണ്ടതാണ്. സുഹൃത്തുക്കളെ, മലബന്ധം എന്നത് കേവലം ഒരു ശാരീരിക അസ്വസ്ഥത മാത്രമല്ല, അത് നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. മുകളിൽ പറഞ്ഞ 38 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയുടെ ഭാഗമാക്കിയാൽ ഈ പ്രശ്നത്തെ വലിയ പരിധിവരെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ധാരാളം വെള്ളം കുടിക്കാനും നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ORS ലൈനിയും സിസ് ബാത്തും പരീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യമുള്ള കുടലാണ് ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ അടിസ്ഥാനം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.